ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഈ പൊട്ടുകടലയുടെ ലഡുവിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റുമായിട്ടുള്ള ഒരു ലഡുവാണ്. കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് നല്ലൊരു സ്നാക്സും സ്വീറ്റ്സും ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ലഡുവാണ്. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. യാതൊരു പ്രിസർവേറ്റീവും ഇല്ലാതെ നമുക്ക് വീട്ടിൽ കുട്ടികൾക്ക് ധൈര്യമായി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ഇത്. ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ: നമുക്ക് പൊട്ടുകടല വേണം, പഞ്ചസാര പൊടിച്ചത് വേണം, ഏലക്കായ, നെയ്യ്, വെളുത്ത എള്ള്, കശ്കശ്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ആദ്യമായി പൊട്ടുകടല ഒരു അടികട്ടിയിലുള്ള ചീനച്ചട്ടിയിൽ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ലോണം റോസ്റ്റ് ചെയ്ത് ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആവാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ തീ ഓഫാക്കി ഇട്ടിട്ട് അത് തണിയാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. തണിഞ്ഞതിന് ശേഷം പൊട്ടുകടല മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് 1 കപ്പ് പൊട്ടുകടലയാണെങ്കിൽ ഒരു 1/2 മുതൽ 1/4 കപ്പ് വരെ പഞ്ചസാര. ആ പഞ്ചസാരൻ്റെ കൂടെ ഒരു 5 ഏലക്കായും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് വെക്കുക. പഞ്ചസാരയുടെ കൂടെ ഏലക്കായും ഇട്ട് പൊടിച്ചതും ഈ പൊട്ടുകടലയുടെ പൊടിയും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എന്നിട്ട് ആ ചീനച്ചട്ടിയിൽ നമ്മൾ നെയ്യ്, നല്ല ഹോം മെയ്ഡ് നെയ്യാണെങ്കിലാണ് നല്ല ടേസ്റ്റ്. അത് നന്നായിട്ട് ചൂടാക്കാൻ വെക്കുക. കുറച്ചധികം നെയ്യ് വേണം. എന്തുകൊണ്ടെന്നാൽ ഈ ലഡു നമുക്ക് ഉരുട്ടിയെടുക്കാൻ ഈ നെയ്യിൻ്റെ ആ ഒരു ലിക്വിഡ് ഫോം കൊണ്ടാണ് നമ്മൾ ഇത് നന്നായിട്ട് ഉരുട്ടിയെടുക്കുന്നത്. അപ്പം നെയ്യ് ഒന്ന് ചൂടായിട്ടാകുമ്പം നമ്മൾ ഈ പഞ്ചസാരയും പൊട്ടുകടലയുടെയും പൊടിയിലോട്ട് കുറേശ്ശെ നെയ്യ് ഒഴിച്ചിട്ട്, ചൂടോടെയാണ് നെയ്യ് ഒഴിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് ഇളക്കരുത്. ഒരു തവിയിട്ടിട്ട് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എത്രയും നെയ്യ് ഉപയോഗിക്കുന്നതോ അത്രയും ഇതിന് ടേസ്റ്റ് കൂടുതലാണ്. നമ്മളിങ്ങനെ കുഴച്ച് വരുമ്പം നമ്മൾ ഉരുട്ടി നോക്കുക. അപ്പോൾ ഈ ലഡു കൈകൊണ്ട് ഉരുട്ടാൻ പറ്റുന്ന വിധത്തിലാണ് നമ്മൾ നെയ്യ് ഒഴിച്ച് അത് കുഴച്ചെടുക്കേണ്ടത്. കൂടുതൽ നെയ്യ് ഒഴിച്ചാൽ അത് കൂടുതൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ലഡുവിൻ്റെ ഷേപ്പ് പിടിക്കാൻ പറ്റും. അപ്പം അത് നിങ്ങൾ നോക്കി ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ വെളുത്ത എള്ളും കൂടെ നമ്മൾ ചൂടാക്കി ഇടണം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും ഇടാം. പിന്നെ എള്ളിൻ്റെ കൂടെ കുറച്ച് കശ്കശും കൂടി ഇട്ടിട്ട് ചൂടാക്കിയാലും നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. ഇത് കുട്ടിക്ക് ടിഫിനിൽ സ്നാക്സായിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ രാവിലെ ചായയുടെ കൂടെ കഴിക്കാം. ദിവാലിക്കൊക്കെ സ്വീറ്റ്സായിട്ട് ഉണ്ടാക്കാം. ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു ലഡുവാണിത്. എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കും കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്.